വഴിപേക്ഷിച്ച് പടച്ചവനെ അന്നിർണീലായോമേൻ എന്റെ കാര്യം ആകെ പോക്കണം എന്ന ഒരു കാര്യം ചെയ്യാം. അവസാനമായിട്ട് എന്റെ ഒരു ആഗ്രഹം അന്നിർണീലായോമേൻ ചെയ്യാമെന്നാൾ വരെ എന്നെ പിന്തിച്ചു കാലപ്പയിന്നൊക്കെ ഉടനെ തന്നെ അവിടെ ഉത്തരം കൊടുക്കുവാൻ നിന്നെ അങ്ങനെ പിന്തിച്ചിട്ടേക്കാന്ന് പറയും. അപ്പൊ പറഞ്ഞു എന്നവും മതിമഴയിൽ ഈ മനുഷ്യൻകാരനാണല്ലോ ഇപ്പൊ ഞാൻ പുറത്തു വന്നത് എന്നാൽ ഇനി ഇവിടെ ഞങ്ങളുടെ മുഴുവൻ മനുഷ്യനെയും ഞാൻ പിഴപ്പിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ഒന്ന് നോക്കി, എടാ നീ അത്രക്കും വളർന്നോ? ഉടനെ പ്രതികരിച്ചു, ഇല്ല ഇബാദക്കൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ ഒരു ന്യൂനപക്ഷം വിഭാഗത്തെ അല്ലാതെ എല്ലാവരും ഞാൻ വഴികഴിപ്പിക്കുന്നു. സത്യം പറഞ്ഞ അതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഇതിന്റെ ആദ്യം മുതൽ തന്നെ ഇബ്ലീസാണ് നമ്മൾ വഴിവഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ അത് കഠിന ശത്രുവാണ്. അതുകൊണ്ട് ഷെയ്ത്താൻ പഠിച്ചവനും പ്രത്യേകപ്പെടുത്തി ഷെയ്ത്താന്റെ പാതകളെ പിൻപറ്റരുത്. അവൻ അനാവശ്യമായ പലതും തോന്നിപ്പിക്കും. വിവേകം കൊണ്ടും വിവരം കൊണ്ടും അതിനെ വിഭജിച്ചെടുത്തും കൊണ്ടും നേരെയായ രണ്ട് മാർഗങ്ങൾ മനുഷ്യന്റെ മുൻപിൽ. ഒന്ന് ഇമ്മാ ഹദീന ഹുസ്തബീല ഇമ്മാ ഷാക്കിറനോ ഇമ്മാ കഫൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിച്ച് ജീവിക്കുക, അവനെ ധിക്കരിച്ച് ജീവിക്കുക. അതിൽ ഏത് മാർഗമാണോ സ്വീകരിക്കുന്നത് നീ തിരഞ്ഞെടുത്തോ. അങ്ങനെ അല്ലാഹു നമ്മളെ അപ്പൊ അതുകൊണ്ട് പല ഷെയ്ത്താനെ പിൻപറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുസ്ലിം ഈ മനുഷ്യ സമൂഹത്തെ മുഴുവൻ നിങ്ങൾ ആലോചിച്ച് നോക്കും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേൾഡ് അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളുടെ ഒരു നോട്ടപ്പുള്ളിയാണ്. വേൾഡ് അടിസ്ഥാനത്തിൽ എന്താ ഇതിന്റെ കാരണം? വേൾഡ് അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങൾ ഒരു നോട്ടപ്പുള്ളിയാണ് കാരണം. സത്യം പറഞ്ഞാൽ അവർ ചെയ്ത കുറ്റം കൊണ്ടൊന്നുമല്ല, അവർ ചെയ്ത കുറ്റം കൊണ്ടല്ല, അവരുടെ വിശ്വാസം ആ നിലക്ക് വന്നു. കാരണം ഇവിടെ ലോകത്തെ ആകെ രണ്ടായിട്ട് വിഭജിക്കുകയാണെങ്കിൽ ഒന്ന് ദൈവവഴി നിഷേധികൾ, ഒന്ന് ദൈവത്തോടൊപ്പം മറ്റുള്ളവരെ പങ്കുചേർക്കുന്നവർ. രണ്ട് വിഭാഗമാണ് ഇവിടെ ഉള്ളത്. ഒന്ന് അള്ളാഹുവിനെ നേരെ നിഷേധിക്കുന്ന കൂട്ടർ, രണ്ടാമത് മുശ്രിക്ക് അള്ളാഹുവിനോട് ശിർക്ക് വെക്കുന്ന രണ്ട് വിഭാഗം. ഇത് രണ്ടിന്റെയും ഇടയിൽ മൂന്നാമത്തെ രാശിയാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ജീവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അറബ്ബൻ വാഹിദൻ നമ്മൽ റബ്ബി, ആയിരക്കണക്കായ റബ്ബുകളിലൊക്കെ എങ്ങനെ ഒരു റബ്ബിനെ മാത്രം ആരാധിക്കുക, അതായിരുന്നു അന്നത്തെ പ്രവാചകൻ. അപ്പൊ അതുകൊണ്ട് ഒരു റബ്ബിനെ മാത്രം, ഒരു ഇലാഹിനെ മാത്രം ആരാധിച്ച് ജീവിക്കണം എന്ന തത്വവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നത്. അപ്പോ അവിടെയുള്ളവർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ എല്ലാം ഇന്റർനാഷണൽ തത്വങ്ങളാണ്, ഒന്നും അതിൽ കളയാനില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് ദഹിക്കാൻ പറ്റില്ല. ആയിരക്കണക്കായ ബിംബങ്ങളെയും ദൈവങ്ങളെയും ആരാധിക്കുന്ന നാട്ടിൽ ഈ ഇലാഹുകളെ മുഴുവൻ കളഞ്ഞുകൊണ്ട് ഒരേ ഒരു ഇലാഹ്, അതാണ് വാസ്തവത്തിൽ സത്യം പറഞ്ഞാൽ ഇവിടെ വേൾഡ് അടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളോട് ശത്രുത. അതുകൊണ്ടാണ് ബദറും വഹദും ഹനീനും എല്ലാം കുഫാറുകളായിരുന്നു യുദ്ധം, അള്ളാഹുവിന്റെ നിഷേധികളായിരുന്നു യുദ്ധം. അള്ളാഹുവിന്റെ നിഷേധികൾ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിചാരിക്കുന്നവരെ ജീവിക്കാൻ അനുവദിക്കാത്തതിന്റെ പേരിൽ അവർക്ക് മുദാഫഅത്ത് പ്രതിരോധിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് ബദറും വഹദും ഹുനൈനും ഖന്തഖും എല്ലാം കഴിഞ്ഞത്. അങ്ങനെ എല്ലാ യുദ്ധങ്ങളും അങ്ങനെ കഴിഞ്ഞ് അവസാനം നോക്കുമ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് ഭൂമിയുടെ 1/5 ഭാഗം ഇവിടെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ വരികയും ഒരുപാട് ഇസ്ലാമിക സ്റ്റേറ്റുകൾ രൂപീകരിക്കുകയും ചെയ്തു. കാരണം അവസാനമായപ്പോ സംഘം ചെയ്തതാണ് ഇസ്ലാമിൽ. കാരണം അതിന്റെ സുന്ദരമായ തത്വങ്ങളും അതിന്റെ ആശയങ്ങളും ലോകത്ത് വ്യാപ്തമാകാതെ ഉൾക്കൊള്ളാൻ പറ്റുകയും അത് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ജനങ്ങളെല്ലാം വന്നു. അങ്ങനെ കുറഞ്ഞ കാലം കൊണ്ട് മുസ്ലിമീങ്ങൾ ഉന്നതമായ പദവിയിലെത്തി. ഇസ്രാ കൈസറിനെ പോലുള്ള വലിയ ആൾക്കാരൊക്കെ നിലം പറ്റിച്ച് ഇസ്ലാമിന്റെ കൂടി പറക്കാൻ തുടങ്ങി. ഇസ്ലാമിനെതിരെ ഒരു വിരൽ പോലും ചൂടാൻ ധൈര്യപ്പെട്ടവർ ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. അത്രയും പരമോന്നത പദവിയിലേക്ക് ഇസ്ലാം എത്തി. അതിന്റെ സുന്ദരമായ കാലഘട്ടം. പിന്നീട് അവിടെ നിങ്ങളുടെ കാലങ്ങൾ മാറി വന്ന അവസാനം ഇപ്പൊ എവിടെ എത്തിച്ചാൽ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്ന കാലഘട്ടത്തിലെത്തി. മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുക. കാരണം മുമ്പെല്ലാം ജിഹാദികളൊക്കെ കുഫാറുകളായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് മുസ്ലിമീങ്ങളോടാണ് യുദ്ധം പഠിക്കുക. ആദ്യം മുജാഹിദ് വന്നു. മുജാഹിദ് എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുന്ന ആരോടെ യുദ്ധം? സുന്നികളോട്. 20 റക്അത്ത് നിസ്കരിക്കുന്നത് ജേട്ടേക്കാക്കി. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും 20 എന്ന് പറയുന്നു. അതേപോലെ സഹാബാക്കൾ മുഴുവനും 20 എന്ന് പറയുന്നു. എല്ലാവരും 20 എന്ന് പറയുമ്പോൾ അതിനൊരു ന്യൂനപക്ഷം പൊങ്ങി വന്നു. അവർ പറഞ്ഞു വേണ്ട 20 റക്അത്ത്, ഇല്ലാത്തവരൊക്കെ കാഫിറാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ കുനൂത്ത് ഓതിയാലടക്കം കാഫിർ.
അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവർ വന്നു. രണ്ടാമത് ജമാഅത്തെ ഇസ്ലാമി വന്നു. അതും ഇതേ നാണയത്തിൽ തന്നെ എന്നല്ല, ഹുക്കുമത്തെ ഇലാഹി വേണം. ഹുക്കുമത്തെ ഇലാഹി ആരൊക്കെ അനുവദിക്കുന്നില്ല, എല്ലാം തന്നെ കാഫിറുകൾ, എല്ലാം കാഫിർ മുസ്ലിക്കുന്നു. അതിന് തൊട്ടടുത്ത് ചേക്കുന്നത് വന്നു ഇസ്ലാമിക പരിഷ്കരണം. ഇങ്ങനെയൊന്നും പോരാ, ഇസ്ലാമിക പരിഷ്കരണങ്ങൾക്ക് ഇതിനേക്കാൾ ഊർജിതമായ നിരക്കാക്കണം എന്ന് പറഞ്ഞു. ഫറളായ നിസ്കാരം തന്നെ 5 വേണ്ട, 3 മതി. അതേപോലെ തന്നെ ഹജ്ജിന് പോകുന്നില്ല, നോമ്പ് പോകുന്നില്ല, മൂപ്പന്റെ വകയായിട്ടൊരു പാട് പരിഷ്കരണം. എന്താ കാരണം? ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്നും ആരൊക്കെ വ്യതിചലിച്ചു പോകുന്നുണ്ടോ അവർക്കൊക്കെ ശൈത്താനി പ്രേരണയുണ്ട്. ഉദവിയെന്നഹുമ്മജമായി എന്ന് പറഞ്ഞല്ലോ, എല്ലാവരും ഞാൻ വഴി പിഴപ്പിക്കുന്നു. ആ വഴി പിഴപ്പിക്കൽ തുടരുകയാണ്. അങ്ങനെ സേവനവരും പാർട്ടിയും വന്നിട്ട് പറഞ്ഞു 5 ഒക്കെ വേണ്ട, 3 ഒക്കെ വരും, അത് വേണ്ട, ഇത് വേണ്ട. അതിനുള്ള നല്ലൊരു പറ്റം. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വേറൊരു ടീം വന്നു. അതായത് അള്ളാഹുവിനെ ആരാധിക്കണമെന്നില്ല, ഉറപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, ഈമാൻ വന്നു കഴിഞ്ഞാൽ ഇബാദത്തും വേണ്ട, അള്ളാഹുവിനെ ഓർത്താൽ മതി, ഇബാദത്തേ വേണ്ട. അങ്ങനെ ഒരു പാർട്ടി, എല്ലാം ശൈത്താനി പാർട്ടി. അവിടെ നിന്നും കാലങ്ങൾ കഴിഞ്ഞ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കോ മുജാഹിദിനോ അവർക്കോ ഇവർക്കൊന്നും അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന് ഒന്നും ചെയ്യാൻ പറ്റാണ്ടാക്കം ചെയ്തു. അതിൽ നിന്ന് തന്നെ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരിൽ മറ്റൊരു വിഭാഗം അതേ നാണയത്തിൽ അടിക്കാൻ തുടങ്ങി. ഞങ്ങളാണ് സാക്ഷാൽ സുന്നികൾ. മുജാഹിദ് എന്ന് പറഞ്ഞ് ജയിച്ചില്ല, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് ജയിച്ചില്ല, സേവനോട് ജയിച്ചില്ല, ഓരോ കൂട്ടരും ജയിച്ചില്ല. അപ്പോഴും ഇബ്ലീസ് എന്ത് വിചാരിച്ചു? ഓബിയെന്നും മജുമഴയും എല്ലാവരും വഴി പഠിപ്പിക്കുന്നവരും നമ്മുടെ നേതാവായ ശൈത്താൻ അവിടെ നിൽക്കുന്നുണ്ട്. അവൻ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ ഇനി ഒരു കാര്യം ചെയ്യാൻ, സുന്നികളെ തന്നെ രണ്ടാക്കിയതിലൂടെ മാർഗമുള്ളൂ. ജമാഅത്തെ ഇസ്ലാമിക്കും മുജാഹിദിനും മറ്റുള്ളവർക്കാർക്കും ഈ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിനെ പൊളിപ്പിക്കാനോ അതിനെ നശിപ്പിക്കാനോ കഴിയില്ല. നമുക്കൊരു വിഭാഗത്തിന് ഇതിൽ നിന്നും അഡ്രസ് ചെയ്തിട്ടും കൊണ്ട് നേരെ അങ്ങനെ തിരിച്ചു വെക്കാൻ വിചാരിച്ചു. അങ്ങനെ നോക്കുമ്പോൾ സുന്നി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നേരെ ഇവരാക്രമിക്കാൻ തുടങ്ങി. പള്ളിയുടെ നേരടിയിൽ പള്ളി, മദ്രസയുടെ നേരടിയിൽ മദ്രസ. എവിടൊക്കെ പള്ളികളുണ്ടോ അവിടൊക്കെ കയ്യേറ്റം, എവിടൊക്കെ മദ്രസയുണ്ടോ അവിടൊക്കെ കയ്യേറ്റം. ഈ നിരക്കങ്ങൾ തുടങ്ങിയപ്പോൾ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്ത് പിളർന്നു. മുസ്ലിമീങ്ങൾക്ക് വളരെ ക്ഷീണമായിപ്പോയി, മറ്റൊരു കാര്യം ക്ഷീണായിപ്പോയി. അവസാനം നോക്കുമ്പോൾ ഇബ്ലീസ് അതങ്ങനെ കയറി അവസാനം വഴിപഴിപ്പിയുടെ പരമോന്നത പദവിയിലെത്തി. റസൂലുള്ളാഹിന്റെ കഥാപാത്രമായി ഇപ്പൊ എവിടുന്ന് ഒരു മുടി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ മുടിയായിട്ടുള്ള പ്രശ്നം, കോടികൾ സമ്പാദിക്കാനുള്ള ആസൂത്രിത മാർഗം. അതിന്റെ പേരിൽ ഒരു വലിയ പള്ളി കൊണ്ട് 10-40,000 എത്ര കോടികൾ, തൊള്ളയൊതുങ്ങാത്ത കോടികളെല്ലാം നിർമ്മിച്ചുകൊണ്ട് എവിടെ നിന്നൊക്കെയാണ് അവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടാക്കുക എന്നറിയില്ല. വലിയ ടൂറിസ്റ്റ് കേന്ദ്രം. കാരണം എന്നാലല്ലേ ഷെയ്ത്താന്മാരൊക്കെ അവിടെ 4 പേർക്കൊന്നും കൂടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പൊ കൊണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു ഡൂപ്ലി മുടി എവിടെന്നോ കിട്ടിയിട്ടുണ്ട്. ഈ 1500 കൊല്ലമായിട്ട് ഉണ്ടാകാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു മുടി ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ള തെളിവില്ല. എന്താണെന്ന തെളിവ്? ഇപ്പൊ അത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കണം. അതിന് വേണ്ടി നാടൊട്ടാകെ കോടികളുടെ പരിപാടിയാണ്. ഏതാവട്ടെ, ഇവിടെ ബാബരി മസ്ജിദ് പൊളിച്ചു. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ അന്നത്തെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരുന്ന മിസ്റ്റർ നാരായണൻ പറഞ്ഞു, ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ അത്യാഹിതമാണ് ബാബരി മസ്ജിദ് പൊളിച്ചത്. ഒരു പരിസരത്തിലും ബാബരി മസ്ജിദ് പൊളിക്കാൻ പാടില്ലായിരുന്നു, അതവിടെ നിലനിർത്തേണ്ടതായിരുന്നു. തൊട്ടടുത്ത് മൂപ്പർ പ്രഖ്യാപിച്ചു, ആദ്യ അധ്യായം ബഹുമാനപ്പെട്ട ഇവിടുത്തെ ഏറ്റവും പരമോന്നത പദവി അലങ്കരിച്ച് ഗാന്ധിജിനെ കൊന്നത്. ഗാന്ധിജി ആ മഹാനവറുകൾ ഒരിക്കലും കൊല്ലാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തെ കൊന്നത് ഇന്ത്യ രാജ്യത്തെ 1ാമത്തെ അധ്യായം. 2ാമത്തെ അധ്യായം ബാബരി മസ്ജിദ്. ഇത് മിസ്റ്റർ നാരായണൻ പ്രസിഡന്റ് ആയിരിക്കെ പറയുമ്പോൾ അതിന് സ്ഥാനമുണ്ട്. ഇപ്പൊ വന്നു നിൽക്കുന്നിരിക്കുന്നത് ഈ മുടി വെക്കാൻ വേണ്ടി ഒരു പള്ളി, അതായത് മുടി പള്ളി, ഒരു പള്ളി വേണം. ഇപ്പൊ വാസ്തവം പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ, മനസ്സാക്ഷിനെ വഞ്ചിക്കാതെ പറഞ്ഞാൽ, ഇന്ത്യ രാജ്യത്തെ 3ാമത്തെ അധ്യായം എന്ന് വരാൻ പോകുന്നത് ഈ ഡൂബ്ലി മുടി വെക്കാൻ വേണ്ടി ഒരു പള്ളി, അവിടെ കാട് കൂടാൻ വേണ്ടി ഒരുപാട് റൂമുകളും സന്നാഹങ്ങളും പൂന്തോട്ടങ്ങളും. ഇങ്ങനെയുള്ള ഇബ്ലീസ് മക്കളൊക്കെ ശരിക്ക് കയറി കൂടണല്ലോ ദുനിയാവിന്റെ നാൾ. അപ്പൊ അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മദീനയിൽ മസ്ജിദ് ളിറാർ എന്ന് പറഞ്ഞൊരു പള്ളി ഉപയോഗിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബദ, ഒരിക്കലും നിങ്ങൾ നിസ്കരിക്കാൻ പോകരുത്. കാരണം നല്ല നെയ്യത്തും വെച്ചുണ്ടാക്കിയ പള്ളിയല്ല, അതുകൊണ്ട് നിങ്ങൾ ആരും അവിടെ നിസ്കരിക്കാൻ പോകരുതെന്ന് പറഞ്ഞു. ഇതേപോലെയാണ് ഇവിടെ ഇന്ത്യയിൽ ഒരു പള്ളി വരാറുണ്ട്, മസ്ജിദ് ളിറാർ. അവിടെ പോയി നിസ്കരിക്കലടക്കം നല്ല നെയ്യത്തല്ലാത്തതുകൊണ്ട് നെയ്യത്ത് ശരിയായില്ല. ആ നെയ്യത്ത് ഒരു ഡൂബിളി മുടിയുടെ പേരിൽ ഈ സമൂഹത്തിന്റെ മുഖ്യധാരക്ക് പൊരുത്തപ്പെടാത്ത മുസ്ലിം ഭൂരിപക്ഷത്തിന്റെ എതിരായും കൊണ്ട് അവരെല്ലാം വെല്ലുവിളിച്ചും കൊണ്ട് അവർ പള്ളി വരിക, അവിടെ നിസ്കരിക്കാൻ സന്നാഹം കൂട്ടുക. ഇതെല്ലാം ഇസ്ലാമിക ദൃഷ്ട്യ ഈ ബിലീസിന്റെ ചെയ്തികൾ മിതമായൊരു ഭാഷയിൽ പറയാണ്. കാരണം ഇസ്ലാം ഇങ്ങനെ പുരോഗമിക്കണമെങ്കിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മുടി വന്നിരുന്നത് നേരല്ല. പക്ഷെ ഒരൊറ്റ പള്ളി പോലും അതിനു വേണ്ടി നിർമ്മിച്ചില്ല. ഖൈറുൽ ഖുറൂനി ഖർനി, എന്റെ കാലക്കാരാണ് ഏറ്റവും ഹൈറായ കാലക്കാര്. ഹൈറായ കാലക്കാർ ഒരു പള്ളി നിർമ്മിച്ച് മുടിയോടെ വെച്ചിട്ടില്ല. അതിനെല്ലാം അടിസ്ഥാനമുള്ള മുടിയായിരുന്നു. അതെല്ലാം ഓരോരുത്തരുടെ കയ്യിൽ എത്തിപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം നമ്മളോട് പറഞ്ഞില്ല, സത്യം കൊണ്ട് ഉപദേശിക്കണം. നമ്മൾ അവരോട് ദയനീയമായിട്ട് നമ്മൾ അവരെ ഉപദേശിക്കണം. പടച്ചവനെ വിചാരിച്ച് നിങ്ങൾ ഈ സാഹസം കാട്ടില്ലേ, ഈ പണം ഉണ്ടാക്കാനും പ്രതാപം ഉണ്ടാക്കാനും ഇതെല്ലാം ശൈത്താനി മാർഗമാണ്. ആയതുകൊണ്ട് മുത്തഖീങ്ങളുടെ മാർഗം വേറെയാണ്. അവര് ഇതേപോലത്തെ താറുമാറുകളൊന്നും ഉണ്ടാക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ പരമോന്നത പദവി കിട്ടാനുള്ള തലകുട്ടി മറിയലും അതേപോലെ തന്നെ മറ്റുള്ള അനാവശ്യമായ പ്രവണതകൾ ഉണ്ടാക്കാനൊക്കെ പറയാൻ നമ്മൾ കൂട്ടല്ല. ആയതുകൊണ്ട് നമ്മളെല്ലാം തന്നെ അതിനെ കഴിവിന്റെ പരമാവധി അതിനെ പ്രതിഷേധിക്കല് നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി. കാരണം സത്യത്തിന് നേര് പറയണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനോട് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ദീനിന്റെ കടമനുസരിച്ച് ഒരു മുൻകർ നിഷിദ്ധമായ കാര്യം കണ്ടാൽ അതിനെ കൈ കൊണ്ട് തടയണം. പറ്റില്ലെങ്കിലോ നാവ് കൊണ്ട് തടയണം, ഇല്ലെങ്കിലോ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണം. അത്രയ്ക്കെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ സർവശക്തനായ റഹ്മാനുർ റഹീം എല്ലാ കാര്യങ്ങളും അവന്റെ വിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് നമുക്ക് ഈമാനോടുകൂടെ മനസ്സിൽ യുദ്ധത്തോടുകൂടി തന്നെ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ട സ്വർഗത്തിൽ ഇതിനേക്കാൾ സന്തോഷത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല നല്ല കാര്യങ്ങൾ അള്ളാഹു നമുക്ക് തോന്നിപ്പിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് സർവശക്തനായ റഹ്മാനുർ റഹീം നമ്മളിൽ നിന്ന് വന്നു പോകുന്നതായ എല്ലാ ദോഷങ്ങളും അതേപോലെ തന്നെ അവന്റെ വിലക്കനുസരിച്ച് ജീവിക്കാനുള്ളതായ തൗഫീഖും അള്ളാഹു നമുക്ക് തരട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ യോഗം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നസ്റും മിനല്ലാഹി വഫതഹുൻ കരീം എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ഇവിടെ കൂടിയിരിക്കുന്ന ജനസമക്ഷത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി അധ്യക്ഷൻ ദേവി അബൂബക്കർ മുസ്ലിയാർ അവരുടെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫാസിൻ ബില്ലാഹ് അമ്മാ ബഅദ്. മഹിതമായ വേദിയെ ധന്യമാക്കിയ പ്രിയപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാക്കന്മാരെ, ഈ വൈകിയ വേളയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ശബ്ദം ശ്രവിക്കുന്ന, ഈ പരിപാടി വീക്ഷിക്കുന്ന സഹോദര സമുദായ അംഗങ്ങൾക്ക് 1000 സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നാം ഇവിടെ ഈ ഒരുമിച്ച് കൂടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന അമലായി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആദ്യമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. നാം ഇവിടെ ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ബഹുമാന്യനായ സ്വാഗത പ്രഭാഷകനും ആധികാരിക സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ തൃശൂർ ജില്ലാ അധ്യക്ഷൻ ബഹുമാന്യനായ തങ്ങളവർകളും സൂചിപ്പിക്കുകയുണ്ടായി. ഇന്നൊരു വിശാലമായ അധ്യക്ഷ പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ ബഹുമാന്യനായ അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈലി ഓണൻപള്ളി അവർകൾ ഉണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യനായ ഇസ്മായിൽ സഖാഫി തോട്ടമുക്കം, ജാബിർ ഹുദവി തുടങ്ങിയിട്ടുള്ള നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അതിന്റെ ക്യാബിൽ കിടക്കുക
റൈറ്റ്